പോളിംഗ് ദിനത്തിലെ അട്ടിമറിയൊക്കെ പഴയ കഥയായിരുന്നു. വോട്ടെടുപ്പ് അവസാനിപ്പിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെല്ലാം വളരെ സുരക്ഷിതമായി അതിൻ്റെ പ്രത്യേക കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വൈപ്പ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മലബാർ മേഖലയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ചില സംഭവങ്ങൾ അത് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ആര് പറഞ്ഞിട്ടാണ് പേരാമ്പ്രയിലെയും നെന്മാറയിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കാൻ നീക്കം നടന്നത്? ഏത് പ്രിസൈഡിംഗ് ഓഫീസറാണ് തൻ്റെ ഡയറി ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മറന്നു വെച്ചത്? അതോ അതൊരു കാരണം പറഞ്ഞ് ആ കേന്ദ്രം തുറക്കാനുള്ള ശ്രമമായിരുന്നു അത്? എന്തായാലും പൂട്ടി സീൽ ചെയ്ത മുറികൾ ഒരു കാരണവശാലും തുറക്കരുതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേരാമ്പ്രയിലും പിന്നീട് പാലക്കാട് നെന്മാറയിലും സ്ട്രോങ് റൂം വിവാദത്തിന് പിന്നാലെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തയ്യാറായത്. എന്തായാലും അതൊരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ ജനത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൂടി കമ്മീഷന് നഷ്ടമായത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ഒരു മുറിയും മേലാൽ ഒരു അറിയിപ്പും ഇല്ലാതെ തുറന്നു നൽകരുതെന്ന് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാട് കുന്ന് JDE ഇസ്ലാം സ്കൂളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിലെ മുറി തുറന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ വിവാദം. വോട്ടിംഗ് യന്ത്രങ്ങൾ വളരെ രഹസ്യമായി വളരെ ശക്തമായ സുരക്ഷയിൽ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് തൊട്ടടുത്ത സ്റ്റോർ റൂമാണ് ആദ്യം തിങ്കളാഴ്ച രാവിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ തുറന്നത്. എന്തിനാണ് തുറന്നത് എന്നതിന് വ്യക്തമായ നിർദ്ദേശമില്ല. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയെന്നാണ് ആദ്യം പറഞ്ഞത്. ഇതിന് പിന്നാലെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിലെ മുറിയും തുറക്കാൻ അധികൃതർ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അവിടെ UDF അടക്കം പ്രവർത്തകർ ഇടപെട്ട് അത് പിന്തിരിപ്പിക്കുകയായിരുന്നു. കൊയിലാണ്ടി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, പേരാമ്പ്ര, ബാലുശ്ശേരി എന്നീ 7 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഈ പേരാമ്പ്രയിലെ കേന്ദ്രത്തിലുണ്ടായിരുന്നത്. മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി നൽകി. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുമായി ചർച്ച നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെയും UDFയുടെയും ഒക്കെ ആശങ്കകൾ അവസാനിപ്പിച്ചുകൊണ്ട് എന്തു തന്നെ വന്നാലും ഇത്തരം സ്ട്രോങ് റൂമുകൾ ഒരു കാരണവശാലും വോട്ടെണ്ണൽ ദിനത്തിലല്ലാതെ തുറക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. JDT സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപം എല്ലാ സ്ട്രോങ് റൂമുകളും രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ വീക്ഷിക്കാനായി അവിടെ പബ്ലിക് വ്യൂയിങ് സെൻറ്റർ സ്ഥാപിച്ചിരുന്നു. ഈ സെൻറ്ററിൽ BJP UDF പ്രവർത്തകർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയും ഈ സ്ട്രോങ് റൂമുകൾ തുറക്കാനായി രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു LDFന്റെ അനുഭാവികളായ ഉദ്യോഗസ്ഥരും. അങ്ങനെ പോളിംഗിന് ശേഷം കോഴിക്കോട് മേഖലയിൽ തങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്യാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് UDFും LDFും പ്രവർത്തകർ. എന്തിനാണ്? മറ്റൊരു അട്ടിമറിയാണോ അവർ ലക്ഷ്യമിടുന്നത്? ഈ മേഖലയിലെ കോഴിക്കോട് നോർത്തിലെയുമൊക്കെ BJP സ്ഥാനാർത്ഥികളുടെ ആ ഒരു പ്രചരണ സമയത്തെ ആ വോട്ടെടുപ്പ് ദിവസത്തെ ആ ഒരു മുന്നേറ്റം കണ്ട് ഭീതി ഇളകിയാണോ ഇങ്ങനെ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ ചേർന്ന് ഇത്തരമൊരു വിവാദം ഉണ്ടാക്കിയെടുത്തത്? എന്തായാലും സ്ട്രോങ് റൂമുകൾ തുറന്നത് ഒട്ടും ആശ്വാസമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരിക്കൽ പൂട്ടി സീൽ ചെയ്ത സ്ട്രോങ് റൂമുകൾ വോട്ടെണ്ണൽ ദിനത്തിലല്ലാതെ അതിനിടയിൽ ഒരു ദിവസവും തുറന്ന ചരിത്രമേ ഇല്ല. അതിന് എന്ത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞു തന്നെയായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്ത ആ കേന്ദ്രങ്ങളുടെ ചുമതല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ആ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഗൗരവപരമായ കാര്യമായിരിക്കുന്നത്. മലബാർ കോഴിക്കോട് മേഖലയിലും പിന്നെ പാലക്കാട്ടെ വിക്ടോറിയ കോളേജിലും ഈ രണ്ടിടത്തും ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ഒരിടത്ത് സ്ട്രോങ് റൂമിനടുത്ത സ്റ്റോർ റൂം തുറക്കുകയും മറ്റൊരിടത്ത് സ്ട്രോങ് റൂം തന്നെ തുറക്കാൻ LDF അനുകൂലികളായ ജീവനക്കാർ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ, അത് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയരുകയും അതൊക്കെ ഇന്ന് തുറന്നു നോക്കാനുള്ള ചില ജിജ്ഞാസയും ഈ പ്രവർത്തകരുടെ ഉള്ളിലുണ്ടാകുമായിരുന്നു. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെയും BJP പ്രവർത്തകരുടെയും തക്കതായ ഇടപെടലിനെ തുടർന്നാണ് ഈയൊരു സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പാടില്ല ഒരു കാരണവശാലും എന്ന കർശന നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്.